ഏകദേശം ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം തോന്നുന്നുണ്ടോ ഈ ഇത് പൊരച്ച ഭാഗത്ത്? കണ്ട ഈ ഷെയ്ഡ് വീഴുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ കുറച്ച് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന്റെ പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട്, അത് കുറച്ച് ലോ ഫ്യൂൽ. അമ്മ ഞാനേ മേളിൽ കയറി സോളാറെല്ലാം ഭയങ്കരമായിട്ട് വൃത്തിയാക്കി തൂത്ത് തുടച്ച് കരൂരാന്നൊക്കെ ഇളകി വന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് വൃത്തിയാക്കി എടുത്തു, ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി ഇട്ടു. സോളാർ ക്ലീനിങ് ഇത്രയും ചെയ്ത് നമുക്ക് പട്ടി വില അല്ലേ? പട്ടികൾക്ക് ഒരു അപമാനമായിരിക്കും. എന്താണ് തോന്നുന്നു വെച്ചാൽ ഈ 2 മാസത്തിലൊരിക്കൽ വരുന്ന ബില്ല് അത് കാണുമ്പോൾ ഒരു ഞെട്ടലായി. ഇഞ്ചക്ഷൻ അല്ല, ഇൻഡക്ഷൻ കുക്കർ. ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗ് വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഹാർദമായ സ്വാഗതം എന്ന് പറഞ്ഞത് എനിക്ക് അന്ന് പറ്റിപ്പോയൊരു തെറ്റാണ്, ക്ഷമിക്കുക. അപ്പോൾ അത് ഞാൻ ഇവിടെ തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള ഹാപ്പി ക്രിസ്മസ്. ഇത് ഞങ്ങളുടെ വക ഒരു ക്രിസ്മസ് ട്രീയും പിന്നെ പുൽക്കൂടൊക്കെയാണ്. ഇത് ഞങ്ങളുടേതായ രീതിയിൽ ഒന്ന് അലങ്കൂലപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൃത്യം ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും തട്ടിക്കൂട്ടി ഒരു പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചോദിച്ച രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ആ 2 ചോദ്യത്തിൽ ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹീന്ദ്ര 3XO കാർ എടുത്തിട്ട് അത് ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനിപ്പോൾ വണ്ടി എടുത്തിട്ട് ഏകദേശം 5 മാസത്തിൽ കൂടുതലാവും. അപ്പം അത് വെച്ചിട്ടുള്ള ഒരു ജെനുവിൻ റിവ്യൂ എനിക്ക് തോന്നിയ ചില പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഈ വെയിൽ മാക്സിമം യൂസ് ചെയ്യണമെന്നാണ് ഇപ്പോൾ മനസ്സിലുള്ള ഒരു ആഗ്രഹം. അതായത് ഒരു സോളാർ പാനൽ വെക്കണം. എൻ്റെ ഹോം ടൂർ വീഡിയോയിലും പിന്നെ കാർത്തിക് സൂര്യ വന്ന് ഇവിടെ എടുത്ത ഹോം ടൂർ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടെറസിനെ പറ്റി. അതായത് ഇവിടെ നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ്, അതുകൊണ്ട് ഇവിടെ ഒരു സോളാർ പദ്ധതി ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ടൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ സോളാർ ചെയ്തായിരുന്നു. അപ്പം ഈ അടുത്ത് മാളുവിൻ്റെ വീഡിയോയിൽ കുറച്ച് പേര് ഇങ്ങനെ കണ്ട് ചോദിച്ചാൽ സോളാറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് തരുമോ, എത്ര രൂപയായി, ഏത് കമ്പനിയുടെയാണ് വെച്ചത്, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ്, കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇത് 2 in 1 ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ 2നെ പറ്റി ഞാൻ ഇത് പറയാം. അതിനു മുമ്പ് നമ്മുടെ അവതാരപ്രവിയായ സോളാറിനൊന്ന് കാണിച്ചു കൊടുറേ. അപ്പോൾ ആദ്യത്തെ കാര്യം, വണ്ടിയെപ്പറ്റി 3 മിനിറ്റിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ എപ്പോഴും പറയുന്നതാണ്, എന്നാലും പിന്നെയും പറയുമ്പോൾ അരോചകമായി തോന്നും. എന്നാലും ഒരു കാര്യം പറയാം. വൈ മഹേന്ദ്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമുള്ളൂ, മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രോ. ഇന്ത്യക്കാർക്ക് വേണ്ടി ഇന്ത്യക്കാരൻ ഉണ്ടാക്കിയ ഒരു വണ്ടി. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. ഇന്ത്യയിൽ വേറൊരു വണ്ടിയുണ്ട്, പിന്നെ ഞാൻ അത് എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് കുറേ കൂട്ടുകാർ പറഞ്ഞു നാശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് സർവീസിൻ്റെ കാര്യത്തിലെല്ലാം കൊണ്ടും തമ്മിൽ ഭേദം തൊമ്മൻ ഇതായതുകൊണ്ട് ഞാൻ മഹേന്ദ്രയിലോട്ട് വന്നു. അതാണ് ഞാൻ മഹേന്ദ്രയിലോട്ട് എത്തിയ കഥ. ഞാൻ എടുത്തിരിക്കുന്നത് മഹേന്ദ്ര 3XO AX5 വേരിയൻ്റ് ആണ്. അതിൽ ഡീസൽ AMT ആണ്. തൻ്റെ ഗിയർ ബോക്സ് കണ്ടറിയാം, ഇത് AMT ഗിയർ ബോക്സ് ആണ്. ഇതിന്റെ പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട്, അത് കുറച്ച് ലോ ഫ്യൂൽ. ഓക്കെ, പെട്രോൾ അടിക്കാം. കഴിഞ്ഞ ആഴ്ച 30 രൂപയ്ക്ക് അടിച്ചാണല്ലോ നാണം കെടുത്തി. ഓക്കെ, പെട്രോൾ അല്ല, ഡീസലാണ്. ഓക്കെ, അപ്പൊ ഡീസൽ വണ്ടിയാണ്. ഓക്കെ, ഞാൻ ഇവിടെ പറഞ്ഞ എന്റെ ക്ലീ എല്ലാം പോയി. ചെവിയും കണ്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാതില്ല. ഏത് വണ്ടിയുടെ അടുത്ത് നമ്മള് ബോക്സ് അതെല്ലാം കയ്യിൽ നിന്ന് പോയി. ഓക്കെ, ഡീസൽ AMT ഗിയർ ബോക്സിന്റെ വണ്ടിയാണ് നമ്മുടെ അടുത്ത്. AMT ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് മാനുവലാണ്, അപ്പ് ആൻഡ് ഡൗൺ ആണ്, പാഡൽ ഷിഫ്റ്റ് വരുന്നില്ല. ഓക്കെ, ഞാൻ പല വണ്ടികൾ അങ്ങനെ ഓടിച്ചിട്ടാണ് ഇതിലേക്ക് വന്നെത്തുന്നത്. ഞാൻ പിന്നെ ഈ ഹൈവേകളിൽ മറ്റേ ചറപറാന്ന് 100 കയറിയിട്ട് അങ്ങനെയല്ല ടെസ്റ്റ് ഡ്രൈവ് അടിച്ചത്. ഞാൻ എൻ്റെ യൂസ് അനുസരിച്ച് ഞാൻ ഈ ലോക്കൽ നമുക്ക് വേണ്ടി സർക്കാർ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന കുണ്ടും കുഴിയും നിറഞ്ഞ റോഡില്ലേ, അപ്പോൾ അങ്ങനത്തെ റോഡിൽ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ടാണ് ഞാൻ അവസാനം ഇതിലേക്ക് വന്നെത്തുന്നത്. അതാണ് എനിക്ക് എന്തൊരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയും പോലെ ഡ്രൈവ് അറ്റ് ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവിലൊക്കെ ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയില്ലേ, അതാണ് ഈ വണ്ടി. അപ്പം നമ്മുടെ ഇന്ത്യൻ ടെറൈൻ റോഡ്സിനൊക്കെ പറ്റിയ ഒരു വണ്ടിയാണ് മഹീന്ദ്രയുടെ വണ്ടി എന്ന് എനിക്ക് തോന്നി. നല്ല സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് എത്തി. പിന്നെ ഇതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സാണ്. സേഫ്റ്റിയിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഏകദേശം ഇതിനകത്ത് 8-10 എയർ ബാഗ് തന്നെ ഉണ്ട്. അതൊക്കെ തന്നെയാണ് ഇതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട അട്രാക്റ്റിംഗ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വണ്ടി ഓടിക്കാനും ഭയങ്കര കംഫർട്ടാണ്. ഞങ്ങൾ ഇതിൽ ഒറ്റ സ്ട്രെച്ചിൽ ഒരു 200 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഓടിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേറെ ക്ഷീണവും കാര്യങ്ങളൊന്നുമില്ല. മാൾ ഇതിനകത്ത് കിടന്ന് ഉറങ്ങുകയായിരുന്നു.
അത്യാവശ്യം എടുത്തോ പിടിച്ചുള്ള ഒരു യാത്രയായിരുന്നു, അല്ല അങ്ങനത്തെ ഒരു ഡ്രൈവിംഗ് ആയിരുന്നു. എന്നാൽ പോലും ആൾ സുഖമായിട്ട് കിടന്നുറങ്ങിയായിരുന്നു. വേറെ കുണ്ടും കുഴിയൊന്നും അറിഞ്ഞിട്ടില്ലല്ലേടി. ഓക്കെ. പിന്നെ മൈലേജിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ആ ഒരു ഡ്രൈവിൽ ഏകദേശം 18 അടുപ്പിച്ചോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ സിറ്റി ഓട്ടത്തിനൊക്കെ ആണെങ്കിൽ 15-14 വരെ കിട്ടുന്നുണ്ട്. അത് നല്ലൊരു റേഞ്ചാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പിന്നെ ഇതിനകത്ത് ഡ്രൈവ് മോഡ് എന്ന് പറഞ്ഞാൽ നോർമൽ, കംഫർട്ട്, അങ്ങനത്തെ 2-3 സ്പോർട്ട് മോഡ്. അത് വേറെ ഒന്നുമില്ല, സ്റ്റിയറിങ്ങിൽ ഒരു പിടുത്തം വരും, അത്രയേ ഉള്ളൂ. സ്റ്റിയറിങ് കുറച്ചുകൂടി ടൈറ്റ് ആവും സ്പോർട്ടൊക്കെ ഇടുമ്പോഴത്തേക്ക്. ഏകദേശം എന്താ ഇപ്പോൾ 98-100 പോണത്. പക്ഷേ ബ്രേക്കിംഗ് ഒക്കെ നല്ല രസമായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വണ്ടിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്ത കാര്യത്തിലേക്ക് പോവാം. അടുത്തതായിട്ട് സുഹൃത്തുക്കളെ, സോളാറിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഏത് കമ്പനിയുടെ സോളാറാണ് ഞാൻ വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇറ്റ്സ് മഹീന്ദ്രയുടേതാണ് സുഹൃത്തുക്കളെ. അതായത് ഞാനും മഹീന്ദ്രയും തമ്മിലുള്ള ആത്മബന്ധം വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ മഹീന്ദ്ര ഓൾറെഡി കാറായിട്ട് വന്നതാ, ഇന്നിതിപ്പം ആ സോളാറുമായിട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് ഒരുവിധപ്പെട്ട ആർക്കും അറിയത്തില്ല മഹീന്ദ്രയ്ക്ക് സോളാറിൻ്റെ പരിപാടി ഉണ്ട് എന്നുള്ളത്. എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാനും ഇവരുടെ സൈറ്റിൽ കാർ എടുക്കുന്ന ആ ഒരു സമയത്താണ് ഇതിനെപ്പറ്റി അറിയുന്നത്. അതിനകത്ത് മഹീന്ദ്രയുടെ സൈറ്റിലുണ്ട് റിന്യൂവബിൾ എനർജിയെ പറ്റി. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിലാണ് മഹീന്ദ്രയുടെ ഈ സോളാറിനെ പറ്റി ഞാനും അറിയുന്നത്. അങ്ങനെയാണ് ഞാൻ മഹീന്ദ്രയിലേക്ക് വന്നെത്തിച്ചേരുന്നത്. സത്യത്തിൽ സോളാറിനെ പറ്റി വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിക്കണം. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ വെയിലൊക്കെ കാണുമ്പോഴത്തേക്ക് മുട്ടറ വെയിലാണ്. അപ്പോൾ ആ വെയിൽ കാണുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ അങ്ങ് മടിച്ചങ്ങ് പോകും. അതാണ് ഇത്രയും നാളിങ്ങനെ ലാഗടിച്ച് പോയത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ സ്ട്രക്ചറിനെ പറ്റി കാണിച്ചു തരാം. ഇവിടെ എല്ലാം ഞാൻ ഇവിടെ നിലം പറ്റിച്ചോ അങ്ങനെ തറ പറ്റിച്ചല്ല സോളാർ വെച്ചിരിക്കുന്നത്. ഞാൻ ഇത്തിരി ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു സ്പേസ് നമുക്ക് നടക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈറ്റിലാക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ പിന്നെ സ്ലാബിൽ ഡ്രില്ലിങ് പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. എല്ലാം ഇങ്ങനെ വെച്ച് കോൺക്രീറ്റ് ചെയ്തിട്ട് സൈഡിലാണ് ഇങ്ങനെ ആങ്കർ ബോൾട്ട് അടിച്ച് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം സ്ട്രക്ചർ വർക്കും ഇലക്ട്രിക്കൽ വർക്കും കൂടെ തീർക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി വന്നത് വെറും 2 ദിവസമാണ്. പിന്നെ കുറച്ച് ദിവസം ലാഗ് അടിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ പിന്നെ KSEB എന്ന് വന്ന് ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞ് മീറ്റർ മാറ്റി വയ്ക്കണം. അപ്പോൾ ഇതാണ് സോളാറിൻ്റെ ഇൻവെർട്ടർ. ഇതാണ്ട മഹീന്ദ്ര സോളറൈസ്. ഇതിനകത്ത് ഇത് നമ്മൾ വീട്ടിലെ വൈഫൈ ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ മൊബൈലിൽ അറിയുന്നത്. വേണ്ട, ഇന്നിപ്പം 12 യൂണിറ്റോളം ഉണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്നെന്ന് പറയുന്നത് കണ്ടായിരുന്നു 12 യൂണിറ്റോളം ഉണ്ടായി. ഇന്നെന്ന് പറയുന്നത് ഇപ്പോൾ പ്രൊഡക്ഷൻ നിന്നിട്ടുണ്ട്, അതാണ് താഴത്തെ 0 എന്ന് പറഞ്ഞ് കാണിച്ചത്. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് കുറച്ച് ക്ലൗഡി ആയിട്ടുള്ള കണ്ടീഷനാണ്. അപ്പോൾ 12 എന്ന് പറയുന്നത് വലിയ കുറവൊന്നുമില്ല, നല്ലതാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഇലക്ട്രിക് സിസ്റ്റം, അതായത് DC AC കൺവേർട്ടറൊക്കെ വരുന്നത്. പിന്നെ ഇലക്ട്രിക്കൽ പാർട്സ് കംപ്ലീറ്റ് ഇവിടെയാണ്. പിന്നെ 3 എർത്തിങ് വരുന്നുണ്ട്. അതൊക്കെ ഇൻസ്പെക്ഷൻ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇൻ്റർലോക്ക് ഇട്ടൊക്കെ അടച്ചായിരുന്നു ഈ ഭാഗത്ത് എവിടെയൊക്കെയാണ്. പിന്നെ ഇത് എല്ലാം ഈ എർത്തിങ് ബ്രാൻഡ് ആയിക്കൊണ്ട് ഇതെല്ലാം MNREയുടെ കണ്ടീഷൻ പറയുന്നത് പോലെ, MNRE എന്ന് പറയുമ്പോഴത്തേക്ക് മിനിസ്ട്രി ഓഫ് ന്യൂ റിന്യൂവബിൾ എനർജി ഓഫ് ഇന്ത്യ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. അതിൽ കണ്ടീഷനിൽ പറയുന്ന പ്രകാരമുള്ള എല്ലാ എർത്തിങ്ങിൻ്റെ സിസ്റ്റം എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കാരണം അതെല്ലാം കൂടെ ഇനി പിന്നീട് ഒരു ഇൻസ്പെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മറ്റേ ലോക്കൽ ബ്രാൻഡാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സബ്സിഡി തരാനുള്ള ചാൻസ് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ള കണ്ടീഷനിലുള്ള സാധനങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്. ഇത് സോളാറിൻ്റെ മീറ്റർ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് KSEB പുതുതായിട്ട് കൊണ്ടുവച്ചിരിക്കുന്ന മീറ്റർ. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് സോളാറിൽ നിന്ന് എത്ര കറണ്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടി, അവരെ കറണ്ട് നമ്മൾ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാനുള്ള നെറ്റ് എഫക്റ്റൊക്കെ അറിയാവുന്ന ഒരു മീറ്ററാണിത്. ഇതൊരു ബൈപോളാർ ഈ മറ്റേ ഈ ലീഗലിയ ചുണ്ടലിയ നച്ചലി എന്താ പറയുന്നത്, ബൈ ഡയറക്ഷൻ മീറ്റർ, അങ്ങനെ എന്തുകൊണ്ട് ഇതിനെ പറയുന്നത്. അതെ തന്നെ, ഞാൻ ഈ ലണ്ടനിൽ പഠിച്ചതുകൊണ്ട് ഇമാതിരി കച്ചട ഇംഗ്ലീഷൊന്നും എനിക്ക് വഴങ്ങില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള സ്ട്രക്ചറും സിസ്റ്റമായിട്ടുള്ള കാര്യങ്ങൾ. ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഓൺ ഗ്രിഡ് പ്രോജക്റ്റാണ്. ഇത് ഇപ്പോൾ 3 തരം കണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്, പിന്നെ ഹൈബ്രിഡ്. ഓൺ ഗ്രിഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിവിടെ പ്രൊഡക്ഷൻ ചെയ്തിട്ട് നേരെ നമ്മുടെ KSEBയിലോട്ട് കൊടുക്കുന്നു, നമ്മുടെ ആവശ്യത്തിന് എടുക്കുന്നു, പിന്നെ KSEBയിലോട്ട് കൊടുക്കുന്നു. അതൊന്നാമത്. ഓഫ് ഗ്രിഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിവിടെ പ്രൊഡക്ഷൻ ചെയ്തിട്ട് നേരെ ബാറ്ററിയിൽ സേവ് ചെയ്ത് നമ്മുടെ വീട്ടിന് അങ്ങനെയുള്ള ഉപയോഗം. അപ്പോൾ KSEBയായിട്ടൊരു ഇതില്ല. അപ്പം ഈ ഓൺ ഗ്രിഡ് പ്രോജക്റ്റ് ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ KSEBയിൽ നിന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേയും കറണ്ട് പോകും. അപ്പം അങ്ങനത്തെ സിസ്റ്റമാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഹൈബ്രിഡ് സിസ്റ്റം ഉണ്ട്, അതായത് ബാറ്ററിയിലും സേവ് ചെയ്യാം, നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം, ബാക്കിയുള്ളത് വേണമെങ്കിൽ KSEBക്കും കൊടുക്കാം. അതിന് ഇത്തിരി എമൗണ്ട് കൂടുതലാണ്. അപ്പോൾ അത് എന്നാൽ ഒതുങ്ങാത്തത് കൊണ്ട് ആ സിസ്റ്റം വിട്ടിട്ട് ഇപ്പം പൊതുവേ എല്ലാവരും ചെയ്യുന്നത് ഈ ഓൺ ഗ്രിഡ് സിസ്റ്റമാണ്, നമ്മൾ ഉപയോഗിച്ച് ബാക്കി KSEBക്കും കൊടുക്കുക. ഇവിടെ ഉള്ള ഏക പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം ഉള്ള കറണ്ട് നമ്മൾ തന്നെ ഉപയോഗിച്ച് തീർക്കുക എന്നത് മാത്രമാണ്. കാരണം നമുക്ക് KSEB തരുന്നത് എനിക്ക് തോന്നുന്നു 6 രൂപ 7 രൂപ എങ്ങാണ്ടാണ് ഒരു യൂണിറ്റിന്, റെസിഡൻഷ്യൽ പർപ്പസിന് 7 രൂപ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു, കൃത്യം അറിയില്ല കേട്ടോ. ഏകദേശം ഒരു ഉദ്ദേശ കണക്കാണ്. 7 രൂപ എങ്ങാണ്ട് ഉണ്ട്, അല്ലെങ്കിൽ 6.90 അത്രയാണ്.
അപ്പോൾ അത്രയും രൂപയ്ക്കാണ് ഒരു യൂണിറ്റിന് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് പ്രൊഡക്ഷൻ ചെയ്ത് അതേപോലെ ഒരു യൂണിറ്റ് അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ 2.5, 2.25, 2.25 അത്ര എങ്ങാണ്ട് നമ്മുടെ നിന്ന് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന കറണ്ടിന് അവർ അത്ര രൂപയെ തരുള്ളൂ. അപ്പോൾ അത് നമുക്ക് നഷ്ടമാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ മാക്സിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇപ്പോൾ കറണ്ട് യൂസ് ചെയ്ത് തീർക്കുകയാണ്. അപ്പോൾ അമ്മയാകുമ്പോഴത്തേക്ക് ഇപ്പം 2 ദിവസത്തേക്ക് കൂടുതൽ 2 ദിവസം ആകുമ്പോൾ വാഷിംഗ് മെഷീൻ, അച്ഛനാകുമ്പോഴത്തേക്ക് 1.5 ഇടവിട്ട് തുണി തേക്കും, പിന്നെ ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കുക്കർ, പിന്നെ സകലമാന ഇപ്പോൾ ഇലക്ട്രിക് ഐറ്റംസ്, AC ഒക്കെ ചുമ്മാ വയ്ക്കുമ്പോഴേക്ക് ലക്കിക്ക് വരും നമ്മൾ വെറുതെ വയ്ക്കുമ്പോഴത്തേക്ക് AC ഇട്ട് തങ്ങ് ചില്ലായി നിലടാ. അങ്ങനെ എല്ലാവർക്കും നമ്മളിപ്പോൾ മാക്സിമം കറണ്ട് യൂസ് ചെയ്ത് തീർക്കുക എന്നത് മാത്രമേ അത് നമുക്ക് ഇതിനകത്തുള്ളൊരു ഗുണം. അല്ലാതെ നമുക്ക് അവിടെ കൊടുത്തിട്ട് 2.5 രൂപയ്ക്ക് നമുക്ക് ഒരു യൂണിറ്റ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അടുത്തതായിട്ട് പറയുന്നത് വെച്ചാൽ നമുക്ക് എത്ര രൂപയുടെ ബില്ല് വരുന്നോ അതിനനുസരിച്ച് വേണം നമ്മളിത് എത്ര കിലോ വാട്ട് ചെയ്യേണ്ടതെന്നുള്ളത് പ്ലാൻ ചെയ്യേണ്ടത്. ഞങ്ങൾക്കിപ്പോൾ വരുന്ന ഏകദേശം ബില്ലെന്ന് പറയുമ്പോഴത്തേക്ക് 2 മാസത്തിലുള്ള ഒരിക്കലുള്ള കാര്യമാണ്. 3000 to ഒരു 4500, 5000 വരെയുള്ള ബില്ലാണ് നമുക്ക് 2 മാസത്തിൽ ഒരിക്കൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇതിലോട്ട് പോയതെന്ന് വെച്ചാൽ 3 കിലോ വാട്ടാണ്. അത് ഏകദേശം അവർ കമ്പനി പറയുന്നത് വെച്ചാൽ 7000 രൂപ വരെയുള്ള ബില്ല് ഇതിൽ കവറാകും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങളിപ്പോൾ 3 കിലോ വാട്ടിൻ്റെ പദ്ധതിയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മാക്സിമം നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടും കാര്യങ്ങൾ എത്ര പ്രൊഡക്ഷൻ ചെയ്തു, എത്ര യൂണിറ്റ് ഒരു പെർ ഡേ ഉണ്ടാകുന്നു, റിയൽ ടൈമിൽ എത്ര പവർ കിട്ടുന്നു ഉള്ളതൊക്കെ നമുക്ക് മൊബൈൽ വഴി കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഈ ഒരു ആപ്പ് സോളാർ ക്ലൗഡ് അല്ലേ, അങ്ങനെ ഒരു ആപ്പ് ഉണ്ട്. അങ്ങനെയാണ് ആപ്പിൻ്റെ പേര്. iSolar Cloud എന്ന് പറയുന്ന ഈ ആപ്പ് വഴി നമുക്ക് അറിയാൻ പറ്റും. ഇന്നിപ്പോൾ ഈ ഒരു തണുത്ത ഒരു മങ്ങിയ അന്തരീക്ഷമാണ്, എന്നിട്ട് കൂടി 11.3 യൂണിറ്റോളം പ്രൊഡക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ 3 കിലോ വാട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് അത്രയും കിട്ടില്ല. ഒരു 2700, 800 ആ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. ബാക്കി കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നു എനർജി ലോസ് ആയിരിക്കും. നമുക്ക് റിയൽ ടൈമിൽ 2700, 800 വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും പ്രൊഡക്ഷൻ ഇതിലുണ്ടാകും. പെർ ഡേ ഒരു ആവറേജ് 12 യൂണിറ്റോളം പ്രൊഡക്ഷൻ ഉണ്ടാകും എന്നാണ് അവർ പറയുന്നത്. ഞാനത് കുറേ നാൾ കൊണ്ട് നോക്കുന്നുണ്ട്. അത് 12 അല്ല, നമുക്കിവിടെ 15, 16 യൂണിറ്റ് വരെ കിട്ടുന്നുണ്ട്. ഒരു നല്ല വെയിലുള്ള ഒരു ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 18.9 ഇതാ ഇവിടെ കാണുന്നുണ്ടോ 18.9 എന്ന് പറയുന്നത് നവംബർ കഴിഞ്ഞ മാസത്തിലാണ്. കണ്ടാടി നീ കണ്ടാന്നാണ് ഞാൻ ചോദിച്ചത്, അല്ലാതെ ഓഡിയൻസ് ഇപ്പോൾ കാണുമോ മന്ദബുദ്ധി. അപ്പോൾ നമുക്ക് 18.9 വരെ നല്ല വെയിലുള്ളപ്പോഴത്തേക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല മഴയുള്ളപ്പോഴത്തേക്ക് ഏറ്റവും കുറവ് കിട്ടിയിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് 2.6. കണ്ടില്ലേ, കണ്ട 2.6. അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭയങ്കര മഴയെ. അപ്പോൾ ആകെപ്പാടെ കിട്ടിയ 2.6 അപ്പോൾ മഴയുള്ള ദിവസം നമ്മൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. മഴയൊന്നും ഇല്ല, അത്യാവശ്യം നല്ല വെയിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ 18.9 കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്കൊരു 15 വരെയൊക്കെ പ്രതീക്ഷിക്കാം. അവർ 12 പറയുന്നത്, പക്ഷേ നമുക്ക് 15 കിട്ടുന്നുണ്ട്. ആവറേജ് ഇപ്പം കുറേ ദിവസങ്ങളിൽ നമുക്ക് 15 യൂണിറ്റോളം നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ പ്രൊഡക്ഷൻ കുറയുകയാണെങ്കിൽ നമുക്ക് തന്നെ ഇതിൻ്റെ മണ്ടേ കയറി നോക്കുമ്പോഴത്തേക്ക് അറിയാം അത്യാവശ്യം പൊടിയും കാര്യം നമുക്ക് ഈ ഏരിയയിൽ എന്ന് പറയുമ്പോൾ നല്ല പൊടിയും പിന്നെ ഡ്രോപ്പിങ്സൊക്കെ കുറേ കിടപ്പുണ്ട്. അത് നമുക്ക് ഇനിയിപ്പം കുറേ ദിവസമായി, ഇപ്പോൾ 1.5-2 മാസത്തിൽ കൂടുതലാവും ഇതൊന്ന് വാഷ് ചെയ്തിട്ട്. നമുക്ക് തന്നെ വാഷ് ചെയ്യാവുന്നേ ഉള്ളൂ. അവരുടെ വക സർവീസ് ഉണ്ട്. 6 മാസം കൂടുമ്പോഴത്തേക്കാണ് അവരുടെ സർവീസ് വരുന്നത്. 5 വർഷം ഇതിൻ്റെ സർവീസ് ഫ്രീ ആണ്. എന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലാനിലേക്ക് മഹീന്ദ്രയിലോട്ട് വന്നെത്താനുള്ള മെയിനായിട്ടുള്ള കാരണം. 5 വർഷം ഇവർ സർവീസ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇനി പറയാനുള്ളത് ഇതിൻ്റെ വാറൻറ്റിയെ പറ്റിയിട്ടാണ്. വാറൻറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് മഹീന്ദ്ര തന്നെയാണ്. പാനലിന് 30 വർഷത്തെ വാറൻറ്റിയും പിന്നെ ഇതിൻ്റെ താഴെ വെച്ചിരിക്കുന്ന ഇൻവെർട്ടർ ഇല്ലേ, ആ ഒരു സാധനത്തിന് 8 വർഷത്തെ വാറൻറ്റിയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. വേണമെങ്കിൽ അത് 10-15 വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ഒരു ഇളം വെയിൽ, ഒരു 6-7 മണിയൊക്കെ തുടങ്ങുന്ന കുനുകുന വെയിലില്ലേ, അവിടെ തന്നെ ഇത്തുപുല്ലിച്ച് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇതിൻ്റെ മാക്സിമം പീക്ക് പ്രൊഡക്ഷൻ എത്തണമെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 11-12 മണി തൊട്ട് ഒരു 3 മണി വരെയൊക്കെ എത്തുമ്പോഴത്തേക്കാണ് നല്ല ഇതിൻ്റെ പീക്ക് പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോഴൊരു 2800, 2700 വരെയൊക്കെ ഇത് പോകും കേട്ടോ, റിയൽ ടൈം പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനിയാണ് സുഹൃത്തുക്കളെ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു ചോദ്യം, ഇത് മൊത്തം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപയായി എന്നുള്ളത്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ സ്ട്രക്ചർ, ഈ ഇൻവെർട്ടർ, ഈ പാനൽ എല്ലാം കൂടെ ടോട്ടൽ എന്ന് പറയുമ്പോൾ 2.25, അതായത് 2.25 ലക്ഷം അല്ലേ, 2.25 ലാക്ക്, 2.25 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് 78,000 രൂപ സബ്സിഡി ആയിട്ട് നമുക്ക് തിരിച്ചു വരും. അത് ഇതുമായിട്ടും കിട്ടിയിട്ടില്ല. അതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു എത്ര സമയം, എനിക്ക് 5-6 മാസം എടുക്കുമെന്ന് തോന്നുന്നു ആ പൈസ
നമുക്ക് അച്ഛൻ്റെ അക്കൗണ്ടിലോട്ടാണ് വരുന്നത്. കാരണം അച്ഛൻ്റെ പേരിലാണ് ഈ പറഞ്ഞ വീടും ഈ KCBയുടെ പരിപാടിയൊക്കെ. അപ്പം അച്ഛൻ്റെ പേരിലാണ് കണക്ഷൻ ഉണ്ട്, അച്ഛൻ്റെ അക്കൗണ്ടിലോട്ട് ഇത് വരും. പിന്നെ ഈ പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ മെനക്കെട്ട് നിന്നിട്ടില്ല. കാരണം ഇത് നമ്മളിപ്പോൾ അവരെ ഒരു പ്രോജക്റ്റ് ഏൽപ്പിച്ചപ്പോഴത്തേക്ക് കംപ്ലീറ്റ് അവർ തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആയാലും എന്തൊക്കെ ഇതിന് ഫില്ല് ചെയ്യണം, പൈസ അവിടെ പോയി KCBയിൽ അടയ്ക്കണം എന്നൊക്കെ ഉള്ളത് അവരെ സോളാർ മഹീന്ദ്രയുടെ തന്നെ ആൾക്കാർ വന്ന് നമ്മുടെ നിന്ന് എഴുതി ഒപ്പിട്ട് മേടിക്കുന്നു. അവിടെ പോകുന്നു, എത്ര രൂപ പൈസ അടയ്ക്കാനുള്ളത്, ബ്രോ ഇത്ര രൂപ അടയ്ക്കാനുണ്ട്, അക്കൗണ്ടിലിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുന്നു. അപ്പോൾ അവരതായിരിക്കും അതിൻ്റെ റെസിപ്റ്റ് നമുക്ക് തരും. നമുക്കിതിൻ്റെ ഇടയിൽ പുറകെ മറ്റേ ഓഫീസ് മുഴുവൻ കയറി ഇറങ്ങി മെനക്കെട്ട് നിൽക്കേണ്ട ഒരു ടെൻഷനും നമ്മൾ അറിയേണ്ട, എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അവർ തന്നെ ഫുൾ സെറ്റപ്പ് ചെയ്ത് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കോസ്റ്റ് സബ്സിഡി എല്ലാം പോയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ആവുന്നത് 147 പിന്നെ ആപ്ലിക്കേഷൻ ഫീ അങ്ങനെ എല്ലാം കൂടെ ഉണ്ടായിരുന്നു 1000 രൂപ, അങ്ങനെ മറ്റേതെല്ലാം കൂടി ചേർത്ത് നമ്മൾ റൗണ്ട് ചെയ്ത് 1.5 ആക്കാം. അപ്പോൾ 1.5 ലക്ഷം രൂപയെ ആവുള്ളൂ ഈ പറഞ്ഞ 3 കിലോവാട്ട് നമ്മുടെ സബ്സിഡി എല്ലാം കൂടെ ആയിട്ട് കിട്ടുന്നത്. പിന്നെ സുഹൃത്തുക്കളെ, ഇപ്പോൾ സോളാർ പദ്ധതികളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് നാഷണലൈസ്ഡ് ബാങ്കുകൾ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും നോ കോസ്റ്റ് EMI പ്രോസസ്സിംഗ് ഫീയും അങ്ങനെ കുറച്ച് ഇതൊക്കെ വരും കേട്ടോ. അപ്പം EMI നമുക്ക് ലോണുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇത് ചെയ്തെടുത്തുകൊണ്ട് ഒരു നഷ്ടമില്ല. കാരണം ആദ്യത്തെ നിങ്ങൾ ഇട്ട ഉടനെ പിറ്റേ മാസം തൊട്ട് ഇതിൻ്റെ ലാഭം പ്രതീക്ഷിക്കരുത്. അത് ഏതൊരു ബിസിനസ്സും അങ്ങനെയാണ്. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് അതിൻ്റെ ലാഭം കിട്ടത്തില്ല. ചിലപ്പോൾ 1 വർഷം എടുക്കും, 2 വർഷം എടുക്കും, 3 വർഷം എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇതിൻ്റെ പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു റിസ്ക് എടുക്കാൻ റെഡി ആയിരിക്കണം. അപ്പം നിങ്ങൾ ഇത് വെച്ച ഉടനെ അടുത്ത മാസം തൊട്ട് ഇതിൻ്റെ പ്രോഫിറ്റ് പ്രതീക്ഷിക്കരുത്. അതാണ് എനിക്കിതിൽ പറയാനുള്ളത്. അപ്പം നമുക്കിപ്പോൾ ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് മുതലായിട്ട് വരണമെങ്കിൽ അതൊരു 3.5-4-5 കൊല്ലം എങ്കിലും മിനിമം എടുക്കും നമുക്ക് വരുന്ന ഒരു കറണ്ട് ബില്ലിൻ്റെ അനുസരിച്ച്. അപ്പം ആ ഒരു കണക്ക് വെച്ചിട്ടാണെങ്കിൽ നമുക്കിത് 4 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ആശ്വാസമാണ്. പിന്നെ നമുക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ച് കിട്ടി, പിന്നീട് നമുക്ക് അത് സേവിങ്സ് ആയില്ലേ ബാക്കിയുള്ള എമൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പം നിലവിൽ നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് പകുതി, ഒരു മാസത്തിൻ്റെ പകുതിയിൽ വെച്ചിട്ടാണ് KCBയിൽ നിന്ന് നേരെ കംപ്ലീറ്റ് ആയിട്ട് സോളാറിലോട്ട് മാറുന്നത്. അപ്പം ഒരു 15-20 ദിവസത്തെ ബില്ല് നമുക്ക് വന്നിട്ടുണ്ട്. അതിന് മുമ്പ് വരെ വരുന്ന ബില്ലെന്ന് പറയുന്നത് ഏകദേശം 2 മാസത്തിൽ 3000 to ഞാൻ നേരത്തെ പറഞ്ഞ 4500 വരെയുള്ള ഒരു ആവറേജ് കണക്കാണ് ഞാൻ പറയുന്നത്. കൃത്യമായിട്ട് അച്ഛനെ അറിയുള്ളൂ. അപ്പോൾ അത്രയും ബില്ലാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന ബില്ലെന്ന് പറയുന്നത് 300 സംതിങ് രൂപയാണ്. അപ്പം അത് കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ്. അപ്പോൾ അത് വെച്ച് കണക്കൂട്ടി നോക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞൊരു നമ്മുടെ കറണ്ട് ബില്ലിൻ്റെ കാൽക്കുലേഷൻ വെച്ചിട്ടൊരു 4 കൊല്ലം കൊണ്ട് നമുക്കിതൊരു പ്രോഫിറ്റായിട്ട് തന്നെ മാറും എന്നതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ സോളാറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു നഷ്ടമായിട്ട് ആരും അതിനെ കാണരുത്. ഫ്യൂച്ചറിൽ ഇതൊരു പ്രോഫിറ്റാണ്. നല്ല പൊടിയുണ്ട് കണ്ട, ഇത് വെച്ച് ഇങ്ങനെ തുടയ്ക്കുമ്പോഴത്തേക്ക് ആ വ്യത്യാസം നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് അറിഞ്ഞുകൂടാ. ഏകദേശം ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം തോന്നുന്നുണ്ട് ഇത് പൊരച്ച ഭാഗത്ത്. കണ്ട ഈ ഷെയ്ഡ് വീഴുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് സർവീസിന് വരുമ്പോഴത്തേക്കും അവർ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഒന്ന് നല്ല രീതിക്ക് തുടച്ച് വൃത്തിയാക്കി കൊടുക്കും. ഇത് നമുക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ മേളിൽ കയറി കുറച്ച് മെനക്കെടാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഒന്ന് റെഡിയാക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നല്ല രീതിക്ക് നല്ല പ്രൊഡക്ഷനൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തന്നെ മിക്കപ്പോഴും ഇതിൻ്റെ ഇടയിൽ കയറി ചെയ്യും. 6 മന്ത് കൂടുമ്പോഴത്തേക്ക് അവരും വന്ന് സർവീസൊക്കെ ചെയ്ത് തരാറുണ്ട്. എനിക്കിപ്പോൾ 6 മന്ത് ആയിട്ടില്ല കേട്ടോ. അപ്പം കണ്ടോ, ഇവിടെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. അപ്പോൾ അതെന്ന് പറയുന്നത് ഇതിൻ്റെ ലൈറ്റ്നിങ് അറസ്റ്ററൊക്കെയാണ് കേട്ടോ. ഫുൾ സെറ്റാണ്, ഫുൾ കിറ്റായിട്ടാണ് വന്ന് വെച്ചിരിക്കുന്നത്. അതെല്ലാവരും ചെയ്യും കേട്ടോ. നല്ല പൊടിയുള്ള സ്ഥലമാണ് നമ്മുടെ അത്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതോ അപ്പുറത്തുനിന്ന് മയിലൊക്കെ ചുമ്മാ ഇവിടെ പറന്ന് കയറി വരും. അപ്പോൾ ഇതിൻ്റെ മണ്ടയിലൊക്കെ നിൽക്കും കേട്ടോ. ഒന്നും പറയാനും പറ്റൂല, പാവങ്ങൾ ഒരു ചേഞ്ചിന് വേണ്ടി കയറി വരണേണ്. അതാ അതിൻ്റെ അഴുക്കൊന്നും കാണിച്ചു കൊടുക്കുക. അയ്യോ ഇതോടെ കാറു കുറാന്ന് ഇരിക്കണുണ്ടോ. ഇതൊക്കെ കാരണം നമുക്ക് പ്രൊഡക്ഷൻ കുറയാനുള്ള ചാൻസ് ഏറെയാണ്. KCBയുടെ ബില്ല് കണ്ട് ഞെട്ടിയിട്ട് സോളാർ വെച്ച ഒരു ഉപഭോക്താവിൻ്റെ ജെനുവിൻ റിവ്യൂ നമുക്ക് എന്താണെന്ന് കേട്ടു നോക്കാം. പറയൂ, സോളാർ വെച്ചപ്പോഴത്തേക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ ഈ 2 മാസത്തിലൊരിക്കൽ വരുന്ന ബില്ല് അത് കാണുമ്പോൾ ഒരു ഞെട്ടലായിരുന്നു. കാരണം ഒരു 3500-4000 രൂപയ്ക്കൊക്കെ ഉള്ള ബില്ലാണ് വന്നുകൊണ്ടിരുന്നത്. നമുക്കൊരു അത്യാവശ്യം വീട്ടിൽ വേണ്ടുന്ന എല്ലാവിധ ഇലക്ട്രിക് ഉപകരണങ്ങളും ഉണ്ടെങ്കിൽ പോലും നമ്മൾ വളരെ പിശുക്കിയേ അത് ഉപയോഗിക്കാറുള്ളായിരുന്നു. പേടിയാണ് കറണ്ട് ബില്ലിൻ്റെ ഇത് വെച്ച്. ഇപ്പോൾ സോളാർ വന്നതിന് ഒരു പിശുക്കും ഇല്ലാതെ നമ്മളത് എല്ലാ ഉപകരണങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ആറാടുക തന്നെ ഇത് ആറാടുകയാണ്. കാരണം നമ്മളിപ്പോൾ തുണികൾ പോലും നമ്മൾ തേക്കില്ലായിരുന്നു, വല്ലപ്പോഴും അത്ര പിശുക്കായിരുന്നു. എന്നിട്ട് പോലും നമുക്ക് ഇത്രയും വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ സോളാർ വച്ചതിന് ശേഷം നമ്മൾ
ആഴ്ചയിൽ 2 ദിവസം തേക്കും. എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളും ഒരു പിശുക്കും ഇല്ലാതെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം അത്യാവശ്യം വേണ്ടുന്ന എല്ലാ അത്യാവശ്യം AC ഉപയോഗിക്കുന്നുണ്ട്, ഹീറ്റർ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് വന്ന ബില്ലെന്ന് പറയാൻ ഒരു 400 രൂപയ്ക്കകത്തുള്ള ബില്ലേ വന്നുള്ളൂ. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 376 വന്നിട്ടുള്ളത്. അതെ, 376 അതിൻ്റെ ഉണ്ട്. അത് ഇതാണ് ഗൈസ്, 376 രൂപ അത്രേ വന്നിട്ടുള്ളൂ എനിക്ക്. അപ്പം അതുകൊണ്ട് വളരെ നേട്ടമാണ്, വളരെ നേട്ടമാണ്. അതുകൊണ്ട് ഒരുപാട് സന്തോഷമാണ്. കാരണം അത്രയും ലാഭമാണ് നമുക്കുണ്ടായത്. അടുത്ത ഒരു ഉപഭോക്താവിനോട് നമുക്ക് ചോദിക്കാം. വെയിറ്റ് ഇവിടെ ഇത് വഴി ഓക്കെ. സോളാർ വെച്ചതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഉപയോഗമുണ്ടോ, എങ്ങനെയാണെന്ന്? നല്ല ഉപയോഗമുണ്ട്. അപ്പോൾ ഗ്യാസിന് റെസ്റ്റ് കൊടുത്ത് ഇഞ്ചക്ഷൻ അല്ല, ഇൻഡക്ഷൻ കുക്കർ, അത് ഇലക്ട്രിക് കുക്കർ, പിന്നെ എയർ ഫ്രയർ, ഇതെല്ലാം ഇപ്പൊ പാചകം ഫുള്ള് ഈ വഴിയാണ്. അതിലാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പൊ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്, ഹീറ്റർ, മറ്റേ വെള്ളം കുളിക്കാൻ ഹീറ്റർ, വാഷിംഗ് മെഷീൻ 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഉപയോഗിക്കും. ആഴ്ചയിൽ ഒരു ദിവസമാണ് ഉപയോഗിച്ചോണ്ടിരുന്നത്. മുമ്പൊക്കെയാണ് ആഴ്ചയിൽ ഒരിക്കൽ, 2 ദിവസം. ഇപ്പൊ തുണി നിറയണമൊന്നുമില്ല, ഹാഫ് ആയാലും ഉപയോഗിക്കും. അങ്ങ് കറണ്ട് അങ്ങ് ചെലവാക്കി തീർക്കുകയാണ്. പിന്നെ ഇത് സ്ഥിരം ഇപ്പം വെള്ളം ചൂടാക്കുന്നത് ഇതിലാണ്. ഇപ്പൊ കംപ്ലീറ്റ് ഇലക്ട്രിക് പ്രോഡക്ട്സ് ആണ് ഉപയോഗിക്കണം. അപ്പൊ അടിപൊളി ഉപയോഗം. ഹാപ്പിയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്കും ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ അറിവിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോക്കകത്ത് ഷെയർ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവർക്ക് ചിലപ്പോൾ കൂടുതൽ ഡൗട്ടുകളുണ്ടാവും. എനിക്കറിയാവുന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. എന്നാലും അതിൻ്റെ അപ്പുറം ഭയങ്കര ടെക്നിക്കലായിട്ട് ഇതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത ആ ടീമിൻ്റെ, മഹീന്ദ്രയുടെ തന്നെ ആ ഇൻസ്റ്റാൾ ചെയ്ത ടീമുണ്ടല്ലോ, അതിൻ്റെ മെയിൻ കോർഡിനേറ്റർ ആയിട്ടുള്ള ആളുടെ നമ്പറും പേരും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ എൻക്വയറീസ് എല്ലാം നടത്തിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാം. എൻ്റെ വീട്ടിൽ വെച്ചതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.